ഹലോ, നമുക്കിന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ചോക്കോ പൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഒത്തിരി കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ വളരെ കുറച്ച് ഒരു 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 10 പീസ് മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മാരി ബിസ്ക്കറ്റോ ആരോ റൂട്ട് ബിസ്ക്കറ്റോ ഏതെങ്കിലും ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള 10 പീസ് ബിസ്ക്കറ്റ് എടുക്കണം. നമ്മളിതൊരു 5 ചോക്കോ പൈ ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന അളവാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റും അതുപോലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ ആകുമ്പോൾ മധുരം കുറവായിരിക്കും, അപ്പോൾ കുട്ടികൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റോട് ഇതിലെടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നിഡോ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഈ ചോക്കോ പൈ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ചോക്കോ പൈ നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ അകത്തൊരു വൈറ്റ് കളറിലെ ഫില്ലിങ് നമുക്ക് കാണാൻ പറ്റും. ആ വൈറ്റ് ഫില്ലിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുള്ളത്. ഈ പാൽപ്പൊടിയിലേക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഉരുക്കി അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ഇവിടെ പാൽപ്പൊടിയും അതുപോലെ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്താണ് ആ നടുക്കത്തെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ 1 ടേബിൾ സ്പൂൺ തികയാത്തത് കൊണ്ട് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നിങ്ങൾ നോക്കുക, ചിലപ്പോൾ പാൽപ്പൊടി കുറച്ച് കൂടുതൽ ലിക്വിഡ് ആവശ്യം വേണ്ടി വരും. അതുകൊണ്ട് അതിനനുസരിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടി വന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ ഇതൊന്ന് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ പേസ്റ്റ് ഈ എടുത്ത് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം മറ്റൊരു ബിസ്ക്കറ്റ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ചോക്കോ പൈയുടെ അകത്തുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഈ ബിസ്ക്കറ്റുകൾ കൂടി ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആ എല്ലാ ബിസ്ക്കറ്റിലേക്കും ഇതുപോലെ തേച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകുന്നതിന് വേണ്ടി വയ്ക്കാം. ബിസ്ക്കറ്റ് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ പറ്റും. ഒന്ന് മൈക്രോവേവിൽ വെച്ച് ഒരു 30 to 40 സെക്കൻഡ്സ് ഒന്ന് 1-2 പ്രാവശ്യം ഇങ്ങനെ എടുത്തും തിരിച്ചു വെച്ചും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഞാൻ അടുപ്പിൽ ചെറിയൊരു പാനിൽ അല്പം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ആ പാത്രം ഒന്ന് ഇറക്കി വെക്കാം. ഇനി ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഇതൊന്ന് ഉരുകി വരണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ചൂടടിച്ചാൽ ഉടനെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് പാത്രമൊന്നും ഉപയോഗിക്കരുത്. കുറച്ച് കട്ടിയുള്ള പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പുള്ള ഏതെങ്കിലും ഒരു ബൗൾ വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നോക്കിയാൽ കാണാം ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ ചോക്ലേറ്റ് ഒക്കെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ കൂടുതൽ നേരം ഇതിട്ട് സ്പൂൺ വെച്ചൊന്നും ഇളക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് വല്ലാതെ ഹാർഡായി പോകും. അതുപോലെ ചോക്ലേറ്റിന് വല്ലാത്തൊരു കയ്പ്പ് രുചിയായി പോകും. അതുകൊണ്ട് കൂടുതൽ ഇനി ഇത് ഇളക്കുകയൊന്നും ചെയ്യേണ്ട. അതിന് പകരം നമ്മുടെ ഈ ബൗളിൻ്റെ താഴെ വെച്ചിട്ടുള്ള വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ തീ അണച്ചതിന് ശേഷം ഈ ബൗൾ ഇതുപോലെ തന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഈ ചോക്ലേറ്റ് എല്ലാം നല്ലതായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാനിത് ആ വെള്ളത്തിൻ്റെ മുകളിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. നോക്കിയാൽ കാണാം നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രം താഴെയുള്ള ആ സോസ് പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ
നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോക്ലേറ്റ്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മെൽറ്റായി കിട്ടണം ഇത്. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം. ഇതിനി നമുക്ക് ഈ ആക്കി വെച്ചിരിക്കുന്ന ഓരോ ബിസ്ക്കറ്റായിട്ട് ഇതിലേക്കൊന്ന് ഈ ചോക്ലേറ്റിലേക്കൊന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് കോട്ടായി കിട്ടണം. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് ഈ ചോക്ലേറ്റിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വിടുവിച്ചെടുക്കാനായിട്ടാണ് അലൂമിനിയം ഫോയിൽ വിരിച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള ബിസ്ക്കറ്റുകൾ കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ആക്കിയിട്ടുണ്ട്. ഈ അവസാനമൊക്കെ ആകുമ്പോൾ ആ ചോക്ലേറ്റ് തീരാറാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടെടുത്ത് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൂടുതൽ ചോക്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ എടുത്താൽ ഇത് ചെയ്യാം. പക്ഷേ പിന്നെ കുറച്ച് ചോക്ലേറ്റ് വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 5 ചോക്കോപ്പൈക്ക് ഒരു 100 ഗ്രാം മതിയെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ തന്നെ ചോക്കോപ്പൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചോക്കോപ്പൈ ആ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് പതുക്കെ ഒന്ന് അലൂമിനിയം ഫോയിലിൽ നിന്ന് വിടുവിച്ചെടുക്കാം. കണ്ടോ, നല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയുള്ള ചോക്കോപ്പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയുള്ള ചോക്കോപ്പൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. അത് ഞാനിപ്പം ചോക്ലേറ്റ് ഒരു 100 ഗ്രാമേ എടുത്തുള്ളൂ. നിങ്ങൾ കൂടുതൽ ചോക്ലേറ്റ് എടുത്ത് അതിലേക്കിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. ഇതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കൊരു ടെൻഷനൊന്നും അടിക്കാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ എളുപ്പമുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.